രമേശ് പിഷാരടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പോൾ രമേശ് പിഷാരടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ഷേത ചെയ്തത് തെറ്റ്, പിഷാരടിയെ ചതിക്കുകയായിരുന്നു. ഓഡിയോ വിവാദത്തിൽ ബീന ആൻ്റണി. ഒരുപാട് പേര് പിഷാരടിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നുണ്ട്. പിഷാരടിയെ ക്രൂശിച്ച് ഒരു പൊട്ടി പിഷാരടിയെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഇതിന് മാത്രം പിഷാരടി വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം ഷേറാമേനും പിഷാരടിയും തമ്മിലുള്ളൊരു ബോണ്ടിങ്, ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഷേറാമേനോൻ ചെയ്തത് അത് തെണ്ടിത്തരം തന്നെയാണ്, വേറൊന്നുമല്ല. ഷേറാമേനോൻ്റെ വിഷയങ്ങൾ ഒന്ന് മാഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പിഷാരടിയെ മനഃപൂർവ്വം ഇതിനകത്ത് പിടിച്ചിട്ടതുപോലെയാണ് എനിക്ക് ഈ ഒരു ഓഡിയോ കേട്ടിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം ആ ഒരു ഓഡിയോയ്ക്കകത്ത് ഷേറാമേനോൻ അത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് അതിനകത്ത് റിപ്ലൈ കൊടുക്കുന്നതും. നല്ല തൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റങ്ങോട്ട് പോകരുത്, കേൾക്കുന്ന ആളുകൾക്ക് പിഷാരടിയെ കുറ്റം പറയണം എന്നുള്ള രീതിയിലാണ് അതിനകത്ത് സംസാരിച്ചേക്കുന്നില്ല. നമ്മൾ പറയുമല്ലോ, ഒന്നും അറിയാത്ത പാവം കൊച്ചു കുഞ്ഞെന്നൊക്കെ പറയുമല്ലോ. പിഷാരടി അങ്ങനെ പറഞ്ഞിട്ടും ഷേറാമേനോൻ ഒന്നും അറിയാത്ത പോലെ ഇതെന്താന്നൊക്കെ ഉള്ളൊരു മറുപടി നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവർ രണ്ടും അങ്ങനെ അല്ലായിരുന്നു. കാരണം പിഷാരടി ഇലക്ഷൻ സമയത്ത് ജയിക്കുന്ന സമയത്ത്, പാലക്കാട് MLA ആയിട്ട് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച സമയത്ത് ഈ ഷേറാമേനോൻ ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻ പിഷു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിഷാരടിക്ക് ഉമ്മ കൊടുക്കുന്നതാണ് കണ്ടത്. അപ്പം ആ ഒരു ഫോട്ടോയിലൂടെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയിലൂടെ തന്നെ നമുക്ക് പിഷാരടിയും ഷേതയും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം അത്രയും ക്ലോസ് ആയിരുന്ന ഒരാൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു സുഹൃത്തിനെ പിടിച്ചിട്ട് കൊടുത്തത്, അതും ഇതുപോലൊരു ആരോപണം ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി രമേശ് പിഷാരടിയുടെ ജീവിതത്തിൽ ഈ ഒരു ആരോപണം മാഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു ആരോപണമല്ല, ഈ ഒരു വോയിസ് റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ, അയാൾ പോരാത്തതിന് UDFൻ്റെ ഒരു MLA കൂടെയാണ്. അപ്പോൾ ആ വഴിക്ക് പുള്ളിയെ ക്രൂശിക്കാനെ കൊണ്ട് കുറേ ആളുകൾ ജീവിത അവസാനം വരെ പുള്ളിയെ ഇനി ഇതിലായിരിക്കും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്നാലും ഷേറാമേനോൻ കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തെണ്ടിത്തരം തന്നെയാണ്. രമേശ് പിഷാരടിയെ പോലുള്ള ഒരാളെ ഇതിലേക്ക് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് കാണിക്കുന്ന രീതിയിൽ ഒരു ഓഡിയോയും പുറത്തു വിട്ട് മോശക്കാരനാക്കുന്ന രീതിയിൽ. അപ്പം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി യുവമോർച്ച പൊതിച്ചോറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവർ എന്താണ് ഇങ്ങനെ ഇത്രയും ചെറിയത് വലിയ സംഭവമൊന്നുമല്ല. ഇത് ചെറിയൊരു ഒരു ഫ്രണ്ട്സായിട്ടിരിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് അവർ നടത്തുന്ന ഒരു സംഭാഷണം, തമാശ രൂപേണ അവർ സംസാരിക്കുന്ന ഒരു സംഭാഷണം, അത് ഷേറാമേനോൻ മനഃപൂർവ്വം പിഷാരടിയെ കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അതെടുത്ത് പുറത്തേക്കിടുന്നു. ഷേരയെ വിശ്വസിച്ച പിഷാരടിയാണ് ഇവിടെ മണ്ടനായിട്ടുള്ളത്. പിന്നെ പിഷാരടി ഇത് ഇരന്ന് മേടിച്ച പോലൊരു അവസ്ഥയായിപ്പോയി. കാരണം പിഷാരടിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പിഷാരടിയുടെ ഒരു കാര്യം നോക്കി, പാലക്കാട്ടിലെ ജനങ്ങളെ കാര്യം നോക്കി പോയായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ പുള്ളിക്ക് വരത്തില്ലായിരുന്നു. ഓക്കെ, എന്നാലും ഞാൻ ഇതിൻ്റെ മറുപടി, പിഷാരടി ഇതിനൊരു റിപ്ലൈ പാണക്കാട് കല്യാണത്തിന് പോകുന്ന സമയത്ത് പിഷാരടിയോട് ഓൺലൈൻ മീഡിയാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിഷാരടി നല്ല വ്യക്തമായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ചതിച്ചതാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചില്ലെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ടു. ഓക്കെ, മറ്റേ ഓഡിയോ അതെന്താ സംഭവം ചതിച്ചതല്ലാണ്ട് എന്നാലും പുള്ളി അത് മാനസികമായിട്ട് പുള്ളിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ഇവർ നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഷേറാമേനോൻ്റെ ഈ കുറേ ഉടായ്പകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് പിഷാരടി ഇതിലേക്ക് വലിച്ചിട്ടത് ഒട്ടും ശരിയായില്ല. അപ്പം ഷേത ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തതെന്ന് ചിന്തിക്കാനേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. പിഷാരടിയുടെ ഇടയ്ക്ക് ഈ ഒരു സംഭവം എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാറിപ്പോവും. എൻ്റെ മേലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും ആഞ്ഞു പോവും, ആ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ ഒന്ന് മാഞ്ഞു പോകുന്നുള്ളൊരു രീതിയിലാണ് അറിഞ്ഞുകൊണ്ട് ഈ ഒരു വോയിസ് റെക്കോർഡൊക്കെ പുറത്തു വിട്ടിട്ടുള്ളത്. ഷേറാമേനോൻ 1 മണിക്കൂറത്തെ വോയിസ് റെക്കോർഡ് നമ്മൾ കേട്ടതാണ്. ഇനി ഞാനിവിടെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അതിനകത്ത് ലസിത പള്ളിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു യുവതിയാണ്, അവരുടെ പേരങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെന്തായാലും ഈ ഒരു വിഷയത്തിൽ രാഹുലിനെയും അതുപോലെ പിഷാരടിയും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചെകഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇവരെ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇവരെ പോലെ ഒരു തറ വേറെ ആരും ഇല്ലെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പം കിട്ടിയത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. കാരണം ഇവരെ പറ്റി അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാലി മന്ത്രമുള്ളവൻ മറ്റൊരു കാലി മന്ത്രമുള്ളവനെ പരിഹസിക്കുന്നു പറയുമല്ലോ, ആ ഒരു ഇതാണ് ഞാൻ ഇവിടെ കണ്ടത്. ഇവർ പിഷാരടിയെ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ ഒരു മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ മറന്നുപോയതുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. 2 മക്കളെയൊക്കെ കളഞ്ഞിട്ട് ദുബായിലൊക്കെ പോയെന്നൊക്കെയാണ് ഞാൻ ഇവരെ പറ്റി സെർച്ച് ചെയ്തപ്പം എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പം ഇങ്ങനെ ഉള്ളൊരാൾ മറ്റൊരാളെ വന്നിരുന്നിട്ട് കുറ്റം പറയുന്നത് നോക്കിക്കോണേ, നന്മമരം കളിക്കുന്നതെന്നൊക്കെ പറയുമല്ലോ, അതാണിത്. എന്തായാലും പുള്ളിക്കാരി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം പുള്ളിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം, അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഹലോ പിഷു, ഞാനാണ് ലസിത പാലക്കൽ. ഇത് പിഷാരടിക്ക് മാത്രമുള്ള ഒരു വീഡിയോ, പിഷാരടി എന്ന കോഴിക്ക് മാത്രമുള്ള ഒരു വീഡിയോ. പാലക്കാട്ടുകാരെ ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. നിങ്ങൾ തന്നെയല്ലേ ഇവനെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയത് അല്ലേ, MLA ആക്കിയിട്ട് ഇരുത്തിയത്. എന്നിട്ട് പിശു എന്താണ് കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഒരു ലേഡിനോട് പറയുമ്പോ കുറച്ചൊരു മാന്യത കാണിക്കണ്ട വിഷുവേ. നീ നിന്റെ വീട്ടിൽ സംസാരിക്കുന്ന സംസാരം എല്ലാ ലേഡീസിനോടും എടുക്കലാണോ? എന്താ വിഷു? വിഷുവിന് കുറച്ചൊരു വിവരവും ഒന്നും ഇല്ല എന്റെ വിഷു. പാലക്കാട്ടുകാർക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശോഭേശ്. ആ ശോഭേശിനെ നിങ്ങൾ തോൽപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള കോഴി കാമഭ്രാന്തന്മാരെ നിങ്ങൾ കൊണ്ടുപോയിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ ഓരോ അടുക്കളയിലൊക്കെ പിശു വരുമ്പോ വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും അറിയാത്തത് കേട്ടൂല എന്താണ് പറയുന്നത് എന്നുള്ളത്. ഒരു പെണ്ണിനോട് സംസാരിക്കേണ്ട കാര്യമൊക്കെയാണോ ഇവനൊന്നുമില്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്നല്ലേ പിശു? പിഷു, I want ഇങ്ങനെ ആയി പോയത്. you people to give me the പ്രശ്നമില്ല, ഇവനൊക്കെ ഇത്രയേ വേണ്ടും. ശരിക്കും പാലക്കാട് മൊത്തം കോഴികളാണല്ലോടെ. എന്തുവാടെ ഇതൊക്കെ? ഒരു നാടിനെ മൊത്തം പറയിപ്പിക്കലായിപ്പോയി. ഞാന് എല്ലാരെയും കൂടി പറയല്ലേ, നമ്മുടെ പിഷാരടിന്റെ വീഡിയോ ആണ് ഞാനിപ്പം പറയുന്നത്. പിഷു ശ്വേതാമേനോന്റെ വോയിസ്, ആ വോയിസ് ആണ് നിങ്ങളിപ്പോ കേൾക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു ഭാഗം. അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ഇവന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളില്ലേ അല്ലേ, എന്നിട്ടല്ലേ ഇവനെയൊക്കെ ഇങ്ങനെ താങ്ങി നടക്കുന്നത്. എന്നാലും എന്റെ പിശുയെ ഇങ്ങന്മാതിരി കോഴികളായി പോകും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പൊ കഴിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾക്ക് ഇത് അടുത്ത പിശു, രാഹുൽ പിശു. നിങ്ങള് മൊത്തത്തിൽ ഇങ്ങനെയാണോ? കോഴികളാണോ? ഒരു സംശയം ഉണ്ട്. അത് സംശയമില്ലാതില്ല, എന്തായാലും സംശയം ഉണ്ട്. എന്നാലും പിശു ഒന്ന് പറയണേ. ഇനി പിശു 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കണ്ട പിശു ആരാണ്. പിഷാരടി ഏട്ടൻ. ഈ പിഷാരടി ഏട്ടൻ എന്ന കോഴിയെ കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്തായാലും നാണവും മാനവും ഇല്ലാത്ത ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തല്ല ഇവനെ പോലെയല്ല ഈ പിശുവിന. നിങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവനെയൊക്കെ തെരഞ്ഞെടുക്കൂ. വെറും കാട്ടുകളനും കോഴിക്കളനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തെരഞ്ഞെടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ നിങ്ങൾ അതൊന്നും ആദ്യം ചിന്തിക്കുക, എന്നിട്ട് ഡയലോഗ് വളക്കുക. ഇപ്പൊ പാലക്കാട്ടുള്ള ജനങ്ങളെ കമന്റ് ഇടണേ, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിശു മറുപടി എന്തായാലും പ്രതീക്ഷിക്കൂല. MLA എന്തായാലും എനിക്ക് മറുപടി തരാൻ തോന്നുന്നില്ല. പക്ഷെ സാധാരണക്കാർ മറുപടി എന്തായാലും തരും. കാരണം ഇതാണല്ലോ അവസ്ഥ അല്ലല്ലേ? എന്തായാലും എന്റെ പിശു നമോ ഭാഗം. ഓക്കെ, അപ്പം ഇവർ ഭയങ്കര മാന്യതയോടു കൂടിയാണ് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാനങ്ങ് 100ൽ 100 തികഞ്ഞ ഒരാൾ എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇവരെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ വെച്ചുതരാം, അതും കൂടെ നിങ്ങൾ എന്താ കണ്ടു നോക്കി. അതാണ് സ്വയം ആദ്യം നന്നാവും, എന്നിട്ട് മറ്റുള്ളവരെ വിമർശിക്കാൻ പോകും. ഇവിടെ പിഷാരടിയും ഷേരയും തമ്മിൽ അറിയാത്ത ആളുകളൊന്നുമല്ല. അവർ ഒരുപാട് സ്റ്റേജ് ഷോകൾ, ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് അവർ ഒരുമിച്ച് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അത്രയ്ക്ക് നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആളുകളാണ്. അപ്പം ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പെട്ടുപോയത് പിഷാരടിയാണ്. ഇവരെയൊക്കെ സഹായിക്കാൻ പോയതുകൊണ്ടാണ് പുള്ളിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. അപ്പം എന്തായാലും ഞാൻ ഈ യുവതിയെ പറ്റിയിട്ട്
ഇപ്പം വന്നിരുന്നിട്ട് ന്യായം തട്ടി വിട്ടല്ലോ, ഞാനങ്ങ് 100-ൽ 100 തികഞ്ഞ ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് സംസാരിച്ച ആളുണ്ടല്ലോ. പാലക്കാട്ടിൽ കോൺഗ്രസ് നിർത്തുന്ന MLA-മാരെല്ലാം കോഴികളാണെന്ന് വന്ന് പറഞ്ഞ ഈ ടീംസിനെ പറ്റിയിട്ട് ഞാനിവിടെ ഒരു മുഷ്താഖ് കണ്ണൂർ എന്ന് പറഞ്ഞൊരു യുവാവ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോയി. ലസിത പാലക്കൽ വരുന്ന ഒരു അവതാരം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളും എന്തെല്ലോ വർഗീയതകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ അടുത്തെങ്ങാണ് ലാസ്റ്റ് ആ ട്രെയിൻ തീവപ്പ് കേസ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അത് മുസ്ലിം കരങ്ങളായിരിക്കും, ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയായിരിക്കും അത് ചെയ്തത് എന്ന ഒരു മുൻധാരണയിൽ എന്തൊക്കെയോ പച്ച വർഗീയത വന്ന് ചെലച്ചു പോയിരുന്നു. പിന്നെ നോക്കുമ്പോൾ പ്രതി മറ്റൊരു മതസ്ഥനായ ആളത് കൊണ്ട് തന്നെ മെന്താതെ എന്താക്കി അത് ഡിലീറ്റ് ആക്കിയിട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കാണുന്നില്ല വീഡിയോ. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ പിന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ തന്തജമയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ ഹൈന്ദവ സമൂഹത്തിന്റെയും സുരക്ഷ ഇവരുടെ കാലിനടിയിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിവരക്കേടിന്റെ അങ്ങേ അറ്റത്ത് സഞ്ചരിക്കുന്ന ഒരു സാധനം. അതിന്റെ കുറെ വീഡിയോ പലപ്പോഴായിട്ട് പല കോലത്തിൽ കാണാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളായി കുറെ കാര്യങ്ങളാണ് ഇപ്പോ 2 വാക്ക് ഇപ്പൊ അറിയണം തോന്നി. ഞാൻ ആദ്യം കരുതിയത് ഇത് കണ്ണൂർ ജില്ലയിലെ BJPയുടെ ശക്തനായ പോരാളിയാണ്, നേതാവാണെന്നൊക്കെ. ഒരു മണ്ണാങ്കട്ടില്ലെന്ന് ഇവളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇവളെ കുറിച്ച് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇവളെ കുറിച്ച് അന്വേഷിച്ചപ്പം യൂട്യൂബിൽ മറ്റൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ രസകരമായി കേട്ട ചില കാര്യങ്ങൾ മാത്രം പറയുന്നത്. ഈ ഒരു പോസ്റ്റ് കാണണം, ഇവള് കുറച്ച് വിട്ട പോസ്റ്റാണ്. കണ്ണൂർ ജില്ലയിൽ ജിഹാദികൾ പിടിമുറുക്കുന്നു എന്നിട്ട് രക്ഷിതാക്കൾക്ക് ഉപദേശമാണ്. പാവപ്പെട്ട ഹൈന്ദവരായ രക്ഷിതാക്കൾക്കുള്ള ഉപദേശം, നല്ല മാന്യമായ ഉപദേശിച്ചോട്ടെ, ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. പക്ഷെ ഇവളാണ് ഹൈന്ദവ സമൂഹത്തിന്റെ സാധാരണക്കാരായ ഹിന്ദുക്കളുടെ തന്തജമയാൻ വരുന്നത് കാണുമ്പോൾ 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മക്കളെ സംരക്ഷിക്കണം, മക്കളെ സൂക്ഷിക്കണം, ജിഹാദികൾ നിങ്ങൾക്ക് ചുറ്റും പിടിമുറിക്കുന്നുണ്ടെന്നൊക്കെ സന്ദേശം നൽകുന്ന ഇവളെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വാർത്തയാണിത്. വായിച്ചു നോക്കിയാ, ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയല്ല, ഞാനായിട്ട് പറയുന്ന കാര്യമല്ല, യൂട്യൂബിലുള്ള ഒരു വാർത്ത ഞാൻ വായിക്കുന്നേ ഉള്ളൂ. സംഘികളുടെ പെൺപുലി ലസിത പാലക്കൽ മക്കളെ ഉപേക്ഷിച്ച് ഒളിച്ചോടി. ഞെട്ടിക്കുന്ന വാർത്തയോട് ലസിതയുടെ പ്രതികരണം. ഒരു വാർത്ത ഇതാണ്. മറ്റൊരു വാർത്ത ഇതാണ്. കാമുകനൊപ്പം പോയ ലസിതയ്ക്ക് എതിരെ പരാതി നൽകിയതെന്തിന് മുൻ ഭർത്താവ് പ്രതികരിക്കുന്നു. ഇതാണ് രക്ഷിതാക്കൾക്ക് മക്കളെ കുറിച്ച് ഉപദേശം നൽകുന്ന പാലക്കലിലുള്ള ലസിതയുടെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാനിവിടെ മറുനാടൻ മലയാളി സയൻസ് സെക്രട്ടറിയുടെ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. പിഷാരടിയും ഷേരയും തമ്മിലുള്ളൊരു ആ ഒരു ബോണ്ടിങ് എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് സയൻസ് സെക്രട്ടറി നല്ല വ്യക്തമായിട്ട് ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു. പിഷാരടിക്കെതിരെ അതിശക്തമായ സൈബർ പ്രചരണം നടത്തുന്നു. ഇന്നലെ വരെ ശ്വേതാ മേനോൻ സംഘിയാണ് അമ്മയെ തൂക്കിവെക്കാൻ ശ്രമിച്ചു, അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച നവോത്ഥാന നായകരും സാംസ്കാരിക ഫെമിനിസ്റ്റുകളുമൊക്കെ ഇപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണോ എന്ന് പറഞ്ഞ് പിഷാരടിക്കെതിരെ വാളെടുക്കുന്നു. പിഷാരടി ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയില്ല. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയപ്പോൾ മുതൽ ഓരോ സ്റ്റെപ്പും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് അതിനൊക്കെ കയ്യടി കിട്ടി വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് സ്വന്തമാക്കി. നിയമസഭയിലും ആ പെർഫോമൻസ് കൃത്യമായി തുടർന്ന് ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന പിഷാരടിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ ആഘാതം. പിഷാരടിയുടെ വാക്കുകളെ ഒറ്റയ്ക്കെടുത്താൽ നമുക്കാർക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇന്നലെ വിഷയത്തിൽ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഏതു പുരുഷനും ഏതു സ്ത്രീയോടും സെക്ഷുവൽ ജോക്ക് നടത്താം, പക്ഷെ മറുവശത്തുള്ള സ്ത്രീ അത് ഇഷ്ടപ്പെടണമെന്ന് മാത്രം. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. പിഷാരടിയുടെ ഭാഗത്ത് തെറ്റായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ശ്വേതാ മേനോന് ഒന്നും മനസ്സിലാവാതെ പറഞ്ഞപ്പോഴും ഞാൻ അത്തരക്കാരിയല്ല എന്ന് പറയുമ്പോഴും പിഷാരടി ആ ചിരി തുടർന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പിഷാരടി വിചാരണ ചെയ്യപ്പെടുമ്പോൾ മറുപടി പറയാൻ പോലും പിഷാരടിക്ക് കഴിയാത്തത്. ഇന്നലെ ഞാൻ പിഷുവിനെ വിളിച്ചു, എന്തു സംഭവിച്ചു എന്നറിയാൻ. വളരെ വേദനയോടെ സങ്കടത്തോടെയാണ് പിഷു സംസാരിച്ചത്. പറ്റാനുള്ളത് പറ്റി, ഇതുണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, സംഭവിച്ചത് മാറ്റി സംഭവിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പിഷാരടി വേദനയോടെ പറഞ്ഞത്. അത് സംഭവിച്ചതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വെല്ലുവിളിക്കാനോ ഒന്നും പിഷാരടി ഒരുങ്ങിയില്ല. പക്ഷെ പിഷാരടിയുടെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. അത്രയേറെ ആശങ്ക ആ മനുഷ്യൻ്റെ ഇടറുന്ന ശബ്ദത്തിലുണ്ട്. ഇന്നേ വരെ പിഷാരടി തമാശ കലരാതെ ഒരു വാക്കുപോലും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. പിഷാരടിയുടെ ബ്രാൻഡാണ് പലപ്പോഴും പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക എന്നത്. ആ പിഷാരടിയെക്കുറിച്ച് ഒരു മോശം വാക്കുപോലും പറയാൻ ആർക്കുമില്ലാതിരിക്കവേ ചിരകാലം ഇനി പിഷാരടിയെ വേട്ടയാടാൻ ഒരു ക്യാപ്സ്യൂൾ ഒരുക്കിക്കൊടുത്തതിൻ്റെ വേദനയും ഖിന്നതയും പിഷാരടിക്കുണ്ട്. ഈ അർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിഷാരടി ചതിക്കപ്പെടുകയായിരുന്നു. ശ്വേതാ മേനോനുമായി പിഷാരടിക്ക് വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത്. എക്കാലത്തും ഇവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളെ പോലെ പെരുമാറിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്
പിഷാരടിക്ക് ശ്വേതാ മേനോൻ സ്നേഹചുംബനം കൊടുക്കുന്ന ആ പഴയ ചിത്രമാണ്. നോക്കൂ, ഈ ചിത്രത്തിൽ ശ്വേതാ മേനോൻ ചുംബിക്കുന്നത് ലൈംഗിക വികാരത്തോടെയല്ല. അതുപോലെ തന്നെയാണ് പിഷാരടി അത് ഏറ്റുവാങ്ങുന്നതും. ഊഷ്മളമായ സൗഹൃദമുള്ള ഒരാണും പെണ്ണും തമ്മിലുള്ള സ്നേഹപ്രകടനത്തിനപ്പുറത്തേക്ക് അശ്ലീല കാഴ്ചയൊന്നും അതിലില്ല. ഇങ്ങനെ ശ്വേതാ മേനോന് പിഷാരടിയെ ചുംബിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള കെമിസ്ട്രി എത്ര ഊഷ്മളമായിരിക്കണമെന്ന് ഓർക്കണം. ദിവ്യ എസ് അയ്യർ മന്ത്രി കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയും ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തതിൻ്റെ മറ്റൊരു വശമാണ് ഇതും. ഓക്കെ, ഇനി ഞാനിവിടെ ഉഷാ ഹസീനയും ഇതിനെ പറ്റിയിട്ട് ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അതും കൂടെ ഞാനിവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇപ്പം ഇവിടെ ഉഷാ ഹസീന പറഞ്ഞ പോലെ വർഷങ്ങളോളം ഇവർ തമ്മിലുള്ളൊരു കോണ്ടാക്റ്റാണ്, ബന്ധമുണ്ട്, അത്രയ്ക്കും നല്ല സുഹൃത്തുക്കളാണ്. അപ്പം ശ്വേതാ മേനോൻ ഇതിനകത്തൊരു രാഷ്ട്രീയവും കാണുന്നുണ്ട്. പിഷാരടിയെ പുകച്ച് പുറത്താക്കാനും പിഷാരടിയെ ഒതുക്കാനും കൊണ്ടുള്ളൊരു രാഷ്ട്രീയവും ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം എന്നാലും അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു ഉഷാ ഹസീന പറയുന്ന കാര്യങ്ങളോട് നിങ്ങളൊന്ന് കേട്ടു നോക്കേ. വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവ്വം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ് അദ്ദേഹം, വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഈ വീഡിയോ അവർ പറയുന്നു, ആ ഓഡിയോയിൽ തന്നെ പറയുന്നു എല്ലാ വീഡിയോ ക്ലിപ്പും ഉണ്ട്, എല്ലാ ഓഡിയോ ക്ലിപ്പും ഉണ്ട്. അപ്പൊ സംസാരിച്ചവരുടെയൊക്കെ അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോയ ആളാണ്. പല സാഹചര്യത്തിലും പലർക്കും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അവരോട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് എന്താ പറയുക ഒരു ഭീഷണി പോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പിഷാരടിയുടെ കൂടെയാണ്, വേറൊന്നുമല്ല. കാരണം ഇതൊന്നും അത്ര വലിയ സംഭവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ രൂപേണ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വലിയ സംഭവമായിട്ട് വലിയ ആനയായിട്ട്. പക്ഷേ ശ്വേതാ മേനോൻ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. പുള്ളി ഇപ്പോൾ ഒരു ആക്ടർ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കലാകാരൻ, മിമിക്രി കലാകാരൻ മാത്രമല്ല, പുള്ളി ഒരു ജനപ്രതിനിധി കൂടിയാണ്. പാലക്കാട്ടിലെ MLA കൂടിയാണ്. ഭൂരിപക്ഷം ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു MLA കൂടി ആണ് എന്നുള്ളൊരു ചിന്ത ശ്വേതാ മേനോൻ മനസ്സിലാക്കണമായിരുന്നു. കാരണം ആ ഒരു ഓഡിയോ പുറത്തു വിടുന്ന സമയത്ത് അത് മുതലാക്കാനെ കൊണ്ട്, അതിനകത്ത് ഇനി ഒരു പുണ്ണാക്കും ഇല്ലെങ്കിൽ തന്നെ അത് മുതലാക്കി ജീവിതകാലം മുഴുവൻ പിഷാരടിയെ വേട്ടയാടാനെ കൊണ്ട് കുറേ കുരുപൊട്ടുന്ന കുറേ കൃമികൾ രംഗത്ത് വരുമെന്നുള്ളൊരു ബോധം ശ്വേതാ മേനോൻ വേണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളിലുള്ളൊരു വിശ്വാസം നിങ്ങൾ തന്നെ തകർത്തു വേണമെങ്കിൽ പറയാം. കാരണം ആ മനുഷ്യന് ഒരുപാട് മാനസികമായിട്ടത് നല്ല രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് പുള്ളിയെ കാണുമ്പം തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തതിനെ പറ്റിയിട്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ വരാം.